ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ ദിവസം കൂടുന്തോറും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് സർപ്രൈസ്ഡ് ആണ്. ഇപ്പോഴും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ കിട്ടുന്നില്ല. താങ്ക്സ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചില്ലുന്നായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് തമിഴ്നാട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് മധുരയിൽ ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വേറൊന്നുമല്ല, ജിഗർദണ്ഡ. ജിൽ ജിൽ ജിഗർദണ്ഡ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിൽ ജിൽ ജിഗർദണ്ഡയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബദാം പിസൻ ഒരു 4-5 എണ്ണം, സർബത്ത് നന്നാരി സർബത്ത്, 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം, 1 ലിറ്റർ പാല്, 1 കപ്പ് പഞ്ചസാര, കുറച്ച് ചൂടുവെള്ളം. അപ്പോൾ അത്രയേ ഉള്ളൂ ഐറ്റംസ്. നമ്മളുടെ ഈ ബദാം പിസൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ കുതിർത്താനിടണം. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു 12 മണിക്കൂർ നേരമാണ്. ഇപ്പോൾ തലേദിവസം നമ്മൾ കുതിർത്താൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ രാവിലെ കുതിർത്താൻ ഇടുകയാണെങ്കിൽ രാത്രി യൂസ് ചെയ്യാനായിട്ടുള്ള പരിപാവും. ഇപ്പോൾ ഞാൻ കുതിർത്തിയിട്ട് ഒരു 4-5 എണ്ണം മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-7 എണ്ണം കുതിർത്തിയിട്ടപ്പോൾ തന്നെ ഇത്രയും വന്നു. നോക്കിയേ, ജെല്ലി ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാവും. ഇതാ ഞാൻ ഓൾറെഡി ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ആൽമണ്ട് ഗം കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലിരിക്കുന്ന സബൂനരി ഇല്ലേ, അതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിൽ ഒരു ഒറ്റ അടിച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുറച്ചൊന്ന് കുതിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേനും ദേഹത്തിന് വളരെ ഒരു കൂളിംഗ് ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പിനെ അടുത്ത് ഉണ്ടാക്കാം. ഇതിനൊരു 1/2 കപ്പ് ഷുഗർ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. അതൊന്ന് മെൽട്ടായി വരണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മെൽട്ടായി വരുമ്പോഴത്തേനും വേണം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. ഇതിങ്ങനെ കണ്ടോ, മെൽറ്റായിട്ട് വരും. ഇങ്ങനെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചൂടുവെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിക്കരുത്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് കളർ ആവാനും പാടില്ല കേട്ടോ. ഇത് ഒരു തേൻ കളർ ആകുമ്പോഴത്തേനും അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇതൊരു തേൻ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അടുത്ത നമുക്ക് പാല് കാച്ചണം. അതായത് നമ്മളൊരു 1/2 ലിറ്റർ പാല് 1/4 ലിറ്റർ ആവുന്നത് വരെ നന്നായിട്ട് വറ്റിച്ച് നല്ല കുറുകിയെടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇത് 1 ലിറ്റർ പാലാണ്. അത് ഞാനൊരു ഹാഫ് ഞാൻ ഒഴിക്കുവാണ്. കുറച്ചും കൂടെ ഒഴിക്കും. ഏനുണ്ടോടി അമ്പിളി ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം,
കമ്മലിട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. അയ്യോ, പാട്ട് പാടിയിട്ട് ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഇതിൽ പാൽപ്പാട വരുമ്പോഴത്തേനും നമ്മളിതിങ്ങനെ എടുത്ത് വിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിട്ടിങ്ങനെ കൊടുക്കണം. അതായത് അരികിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണതും ഈ പാൽപ്പാടൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിൽ തന്നെ വിട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല ഇങ്ങനെ പാൽഗോവ പോലെ ഇങ്ങനെ ആയി വരും. ഇതാ ഈ പരിവാകുമ്പോഴത്തേനും നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഇപ്പം നോക്കി നല്ല കുറുകി വരുന്നുണ്ട് നമ്മുടെ, അതായത് മിൽക്ക് മെയ്ഡ് പോലെ ആയി. ഓക്കെ, ആഹാ, ഈ ഒരു പരിവാകുമ്പോഴത്തേന് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഒരുപാട് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജിഗർദണ്ടയുടെ ഒപ്പം മിക്സ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴത്തേനും ഇതാ പരിവം ശരിക്കും കണ്ടോളൂ കേട്ടോ. അത് ഇതാ പരിവം, ഇതാവുമ്പോഴത്തേനും നമുക്ക് അങ്ങ് ഇറക്കി വെക്കാം. കാരണം ഇരിക്കും തോന്നുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. ചെയ്തിട്ടുണ്ടേ. ഒരു ബൗളിലേക്ക് ഞാനത് മാറ്റാണേ. അപ്പം അത് റെഡിയായി. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാവേ. നമ്മുടെ ബദാം പിസിൻ നമ്മൾ തലേദിവസം രാത്രി നമ്മളിങ്ങനെ കുതിർത്താനിട്ടിട്ട് ഇതാ നല്ല ജെല്ലി ഫോമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ അടുത്തത് ഒരു അരക്കപ്പ് ഷുഗറിൽ നമ്മൾ അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ഷുഗർ സിറപ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് അത് 1/4 ലിറ്റർ ആകുന്നത് വരെ നല്ല കുറുകി എടുത്തിട്ട് ഒരു പാൽഗോവ പരുവത്തിലേക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾക്ക് പാല് കാച്ചണം. നമ്മൾ വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലില്ലേ, അതും കൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു തുള്ളി പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലാണ്, ഫുൾ ഫാറ്റ് പാലാണ്. അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് മാത്രമല്ലാണ്ട് ഇതിങ്ങനെ കുറേശ്ശെ ഓരോരോ സ്പൂണായിട്ട് നമുക്കിങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ ഈ ഒരു കളർ വരും കണ്ടോ. കറക്റ്റ് കളറായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. നമുക്കിതിനി ഇറക്കി വയ്ക്കാം. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്തത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം. അത് കുറച്ച് ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നമ്മൾ പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് ഇത് ജിഗർദണ്ട ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഒരു ക്രീമി ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആയിട്ടുണ്ടേ കണ്ടോ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്രീമി ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ആ വൈറ്റ് കളറൊക്കെ മാറി നല്ലൊരു ക്രീമി ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഈ പരിവാകുമ്പോഴത്തേനും നമ്മൾക്കിത് കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് വെക്കാം. ഒരു 2 മണിക്കൂർ മതിയാവും. അപ്പോഴത്തേനും നല്ല ഐസ്ക്രീം പോലെ നല്ല സെറ്റായിട്ട് വരും. ഇത് ഓൾറെഡി ഫ്രീസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വാനില സ്കൂപ്പ് ഐസ്ക്രീം ഇപ്പോൾ ജിഗർദണ്ട സ്പെഷ്യൽ ഐസ്ക്രീമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ ബദാം പിസിൻ ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നാരി സർബത്ത്
ഇതും വളരെ ഒരു കൂളിംഗ് ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പാൽ ഗോവ പോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഒരു 2 ടീസ്പൂൺ. ബാക്കിയുള്ളതിന് കുറച്ച് പാല്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഗർദണ്ഡ ഐസ്ക്രീം അത്രയേ ഉള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചൊരു ഷുഗർ സിറപ്പില്ലേ, അത് ലൈറ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പും പിന്നെ കുറച്ച് ബദാം പിസിനും. ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രീസ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ, എന്നാലേ നല്ല ചില്ലെന്നുണ്ടാവുള്ളൂ. അത്രയേ ഉള്ളൂ, നമ്മളുടെ ജിൽ ജിൽ ജിഗർദണ്ഡ റെഡി.